ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്ക് റെഡിയാക്കാനായിട്ട് 2 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇത്തിരി സവോള വളരെ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. 1-2 ടേബിൾ സ്പൂൺ തന്നെ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതുണ്ട്. അതും ഒരു 1-2 ടേബിൾ സ്പൂൺ. ഇനി നമ്മുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം വളരെ ചെറുതായി മുറിച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒറിഗാനോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിത് റെഡിയാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ചീസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് അത് ചേർക്കാം. കുട്ടികൾക്ക് കുരുമുളക് പൊടിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ദോശമാവാണ്. ദോശമാവ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഉഴുന്നും അരിയോ അല്ലെങ്കിൽ ഇത്തിരി ചോറോ ഒരിത്തിരി അവിലോ എന്തെങ്കിലും കൂട്ടി അരച്ചെടുക്കുന്ന ദോശമാവ് ഉണ്ടല്ലോ, ആ ദോശമാവാണിത്. ഇപ്പം നമ്മൾ 2 ദിവസത്തേക്കൊക്കെ വേണ്ടി ഫ്രിഡ്ജിലൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ബാക്കി ദോശമാവുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, നമ്മൾ ഉഴുന്ന് അരി ചോറുകൂടെ മിക്സിയിലിട്ട് അരച്ചിട്ട് ഒരു 5-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കുമല്ലോ, അങ്ങനെ പൊങ്ങി വന്നതിന് ശേഷമുള്ള ദോശമാവാണിത്. ഇനി നമ്മൾ സാധാരണ ദോശയൊക്കെ ചുടുന്നത് പോലെ തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്ക് ആവശ്യത്തിലുള്ള മാവ് ഒഴിച്ചിട്ട് ദോശ ചുട്ടെടുക്കണം. അപ്പോൾ കറക്റ്റ് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം തടവിയിട്ട് ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ചൂട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇതൊരു 1-2 സെക്കൻഡ് ഒന്നങ്ങ് അടച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടെ അങ്ങ് മുരിച്ചെടുക്കുക. കുറച്ചുകൂടെ നല്ല കളറായി കിട്ടാനും പിന്നെ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഒരു ഇത്തിരി കൂടെ നെയ്യോ അതുപോലെ തന്നെ നല്ലെണ്ണ എന്തെങ്കിലും ആക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാനൊരു ഇത്തിരി നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ദോശയിലേക്ക് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു 2 മുട്ട അളവ് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു 2 ദോശയുടെ അളവ് ഉണ്ടാക്കാനായിട്ടോ. അപ്പോൾ ഒരു പകുതി മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. ഒരു 1-2 സെക്കൻഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുന്ന സമയത്ത് ഒന്നങ്ങ് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഒരു ഇത്തിരി മുട്ട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും, കാരണം മുട്ടയുടെ ആ ഒരു ഭാഗം കറക്റ്റ് കുക്കായിട്ടില്ലല്ലോ. ഇതൊരു 3-4 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തിരിച്ച് നോക്കുന്ന സമയത്ത് മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി ദോശയിലേക്ക് പിടിച്ച് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ശരിക്കും ഇതൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. ഇനി നമ്മുടെ കയ്യിൽ ചീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ചീസ് കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് ഏത് ടൈപ്പ് ചീസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് കിട്ടുന്നുണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് പിച്ചി ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഇനി അതല്ല പിന്നെ നമ്മളെ മൊസറല്ല ചീസ് വേണമെങ്കിൽ അതെടുക്കാം. അതല്ലാതെ കോൺ ഷേപ്പിൽ വരുന്ന ചീസ് ഏതാണ് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതുപോലത്തെ ചീസൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദോശ മുട്ട വരുന്ന സമയത്ത് നമ്മൾ എഗ് ദോശ എന്ന് പറയുന്ന പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശ തന്നെയായിരിക്കും. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടും. ചീസ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സമയം പാനിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ആ ഒരു ദോശയ്ക്കുള്ള ചൂട് കൊണ്ട് തന്നെ അത് നന്നായിട്ട് മെൽട്ടായിട്ട് കറക്റ്റായി വന്നോളും. ഇനി നമുക്ക് പതുക്കെ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാം. ഈ റെഡിയാക്കിയിട്ടുള്ള ദോശ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ദോശ കൂടെ നമ്മൾ ആദ്യം ചുട്ടെടുത്ത പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ കനം കുറച്ചിട്ട് ഒരു ദോശ കൂടെ പരത്തി റെഡിയാക്കി ചുട്ടെടുക്കണം. ഈ ഒരു ദോശയിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി നെയ്യ് കൂടെ ആക്കി കൊടുക്കാം. ദോശ റെഡിയാവുന്ന സമയത്ത് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തെടുത്തുള്ള ദോശ ഉണ്ടല്ലോ, മുട്ടയുടെ ഫില്ലിംഗ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ളത്, അത് ഈ ഒരു പ്ലെയിൻ ദോശയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആയാലും മതി, പക്ഷേ ഇങ്ങനെ ആകുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കട്ടിയൊക്കെ കിട്ടും. കഴിക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ലതാണ് ഇങ്ങനെ ഒന്നുകൂടെ റോൾ ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ബോക്സിലാക്കി കൊടുത്തു വിടാനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് ഇഷ്ടമാവും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ ബോക്സിലൊക്കെ ആക്കി കൊടുത്തു വിടുന്ന സമയത്ത് ഒരു പീസ് ഇതുപോലത്തെ ഒരു പീസ് മതിയാകും ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. കാരണം നമ്മൾ 2 ദോശ വെച്ചിട്ടാണല്ലോ കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വയറ് നിറയാനുള്ളതാവും. പിന്നെ ചീസൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു കൂടുതൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് കൊടുത്തു വിടുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ദോശയുടെ പീസ് കുറച്ച് ക്യാരറ്റോ ഇത്തിരി ആപ്പിളോ അല്ലെങ്കിൽ ഒരു കുറച്ച് ബദാമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.